ഇന്ന് നമുക്ക് മൾട്ടിഡാൽ ദോശ ഉണ്ടാക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് വീതം ആണ് എല്ലാം എടുത്തേക്കുന്നത്. അരി, ചെറുപയർ പരിപ്പ്, കടലപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്, മസൂർ ദാൽ, മുതിര, പിന്നെ ഒരു 5 ഉണക്കമുളകും. എരി കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ ഒരു 8-9 ഉണക്കമുളക് എടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് കഴുകി കൊണ്ടുവരാം. 1/4 കപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ടേബിൾ സ്പൂണാണ്. അല്ലെങ്കിൽ നമ്മൾ ഏത് സ്പൂൺ വെച്ചാണോ അളക്കുന്നത് അതിനനുസരിച്ച് എല്ലാം എടുത്താൽ മതി. ഇപ്പം എല്ലാ പരിപ്പുകളും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറുപയർ പരിപ്പില്ലെങ്കിൽ ചെറുപയറും, കടലപ്പരിപ്പില്ലെങ്കിൽ കടലയും, അങ്ങനെ എന്തോ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിപ്പുകളെല്ലാം കൂടെ എടുത്താൽ മതി. പിന്നെ ഉഴുന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. എല്ലാം ഒരേ അളവിലങ്ങ് എടുത്താൽ മതി. ഒരു 4 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു വെക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട. ഈ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ അരയ്ക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ ജീരകവും ഇട്ട് വെക്കണം. ഒരു 3-4 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം വെള്ളം കുറവുണ്ടോ ഇല്ലയോ എന്ന്. വെള്ളം കുറവുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്ക് അരച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ടങ്ങ് അരയ്ക്കാം. ഞാൻ ഇടയ്ക്ക് തുറന്ന് നോക്കിയപ്പം വെള്ളം കുറവായിരുന്നു. അപ്പം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നു. നല്ലതുപോലെ അരയണ്ട, തരി പോലെ ഇരിക്കുന്നതാണ് നല്ലത്. അരഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കത് വെച്ചങ്ങ് ദോശ ചുട്ടെടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കായപ്പൊടിയും 1 പിടി കറിവേപ്പിലയും. കറിവേപ്പില എൻ്റെ കൈ എടുത്ത് നോക്കിയപ്പോൾ ഉണങ്ങിപ്പോയി, അതുകൊണ്ടാണ് ഇടാതിരുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം. ഒത്തിരി വെള്ളവും ആവരുത്, ഒത്തിരി കട്ടിയും ആവരുത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കണം. ഞാൻ കല്ലുപ്പ് കലക്കി വെച്ചേക്കുന്നതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതും മല്ലിയിലയും ഇട്ട് കൊടുക്കണം. ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കണം, വേണമെങ്കിൽ ഉപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ക്യാരറ്റ് ഉണ്ടെങ്കിൽ 1 ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർക്കാം. ചുടുന്നതിനായി ദോശക്കല്ല് അടപ്പത്ത് വെച്ച് എണ്ണ തൂത്തിട്ട് ചൂടാകുമ്പോൾ 1 തവി മാവ് ഒഴിച്ച് കനം കുറച്ച് പരത്തണം. സവാളയൊക്കെ ഉള്ളതുകൊണ്ട് കനം കുറച്ച് പരത്താൻ ഇച്ചിരി പാടാണ്. എന്നാൽ പറ്റുന്നത് പോലെ കനം കുറച്ച് പരത്തിയാൽ മതി. ഇതിലേക്ക് ചുറ്റി എണ്ണ ഒഴിച്ച്, നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒത്തിരി തീ ഇടരുത്, ഒരു മീഡിയം തീയിൽ ചുട്ടെടുക്കണം. ഒരു വശം ആയിട്ടുണ്ട്, നമുക്കിനി തിരിച്ചിടാം. കട്ടിയുള്ള ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടും. ദോശയുടെ കൂടെ ചമ്മന്തിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്